രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബർഗർ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ പാറ്റീസ് വെച്ചുള്ള ബർഗർ. അപ്പോൾ ഞാൻ ആദ്യം ആ പാറ്റീസ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്, ഒന്ന് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് ടൊമാറ്റോയും സവാളയും ജസ്റ്റ് ഒന്ന് ഇച്ചിരി ഓയിൽ ഒഴിച്ചൊന്ന് വാട്ടിയെടുത്തു. എന്നിട്ട് ബർഗർ ബണ്ണ് ഒന്ന് അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇച്ചിരി ബട്ടറോ നെയ്യോ തേച്ച് അതുകൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇച്ചിരി ടൊമാറ്റോ സോസ് തേച്ചിട്ട് ഇത് നമ്മൾ ഈ ടൊമാറ്റോയും ഉള്ളിയും വെച്ചിട്ട് നമ്മുടെ ആ പാറ്റീസ് വെച്ച് കൊടുത്ത് ഇത്തിരി മയോണൈസ് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം അരിയൊക്കെ കഴുകി അടപ്പത്തിട്ടു. അപ്പം വെള്ളം അനന്നിട്ടുണ്ട്. അപ്പം അരിയും കൂടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ടൊമാറ്റോ ചട്നി വയ്ക്കാമെന്ന് വെച്ച് നേരത്തെ വാങ്ങിച്ച ടൊമാറ്റോയും ഉണ്ട്, ഇപ്പം പുതിയതായിട്ട് കൊണ്ടുവന്ന ടൊമാറ്റോയും ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കി ചപ്പാത്തിക്ക് ഇതിവിടെ വലിയ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ച് ഇച്ചിരി ജീരകവും കറിവേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് പൊട്ടിച്ചതിന് ശേഷം സവാള ഇട്ട് വഴറ്റിയിട്ട് ഈ ടൊമാറ്റോ ഇട്ട് കൊടുത്തിട്ട് അതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് സ്വല്പം ഗരം മസാലയും ചിലപ്പം ചേർക്കും. അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് നേരം ഞാൻ അടച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ തോരൻ വയ്ക്കാനായിട്ട് ബീൻസ് അതിൻ്റെ അകത്ത് സവാളയും തേങ്ങയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഉപ്പും എല്ലാം ഇട്ട് ഇളക്കിയതിന് ശേഷം അത് ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ചിട്ട് ഇതിട്ട് അതും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ വൈകിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട്. സ്നാക്സായിട്ട് ഞാനിവിടെ അരക്കപ്പ് റവയും അരക്കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മധുരത്തിനാവശ്യമായ പഞ്ചസാരയും ചേർത്തിട്ട് ഞാനൊരു അരക്കപ്പ് വെള്ളം മൊത്തത്തിൽ ഒഴിച്ചില്ല, ബാക്കി ഒരു ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു. നന്നായി ആദ്യം സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒരു 10 മിനിറ്റിൽ ഇതൊന്നങ്ങോട്ട് മാറ്റി വയ്ക്കുക അടച്ച്. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ഇപ്പം ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായി ഒന്ന് ആ ബേക്കിംഗ് സോഡ മുകളിലോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഞാനിതിൽ കുറച്ച് സവാളയും ക്യാരറ്റും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി ഒരു ഇച്ചിരി ഇതിൻ്റെ അകത്ത് മുകളിൽ ഇങ്ങനെ ഇടാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മുടെ അപ്പച്ചട്ടി വെച്ചിട്ട് ഇച്ചിരി നെയ്യോ ഓയിലോ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു തവി ബാറ്റർ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇച്ചിരി വെജിറ്റബിൾസ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ചായകടിയുടെയൊക്കെ കൂടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും ആ 10 മിനിറ്റ് വെച്ചതേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മൾ ബേക്കിംഗ് സോഡ ഇച്ചിരി ചേർത്തുകൊണ്ട് നല്ല സോഫ്റ്റുമാണ്. ഞാനിത് മുറിച്ച് കാണിക്കാം. അപ്പം വൈകുന്നേരമായണ ഇച്ചിരി ചിക്കൻ ഇന്നലത്തെ മസാല പുരട്ടി വെച്ചതുണ്ടായിരുന്നു ബോൺലെസ്, അതെടുത്തൊന്ന് വറുത്ത്. അപ്പോൾ ഇന്നലെ ഡിമാർട്ടിൽ പോയണേ ഈ ബേൽ ഉണ്ടല്ലേ, നമ്മൾ ബേൽ കഴിക്കുന്നത്, അത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബേൽ ആ ഡബ്ബയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അത് കൊണ്ടുവന്ന് അതിപ്പോൾ പൊട്ടിച്ച് കൊച്ച് കഴിക്കുക. അതിൻ്റെ അകത്ത് തന്നെ ചട്നി എല്ലാം ഉണ്ട്, മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി. അപ്പോൾ ഈ റോസാപ്പൂ എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ സൺഡേ മീറ്റിങ്ങിന് പോയണേ അവിടെ നിൽക്കുന്ന കണ്ടിട്ടുണ്ടെന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.